വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയെ പറ്റി തന്നെയാണ്. നമ്മൾ ഒരുപാട് ചിക്കൻ ബിരിയാണികൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കൂടുതൽ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആയിരിക്കും നമ്മളിത് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടും ഞാനിതിൽ എയിം വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇതിന്റെ റൈസ് തന്നെയായിരിക്കും. ഇതിന്റെ ബിരിയാണി റൈസ് ആയിരിക്കും. ഇത് എങ്ങനെയാണ് വളരെ ഫ്ലേവേർഡ് ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ റൈസ് നിങ്ങൾക്ക് ബിരിയാണിക്ക് മാത്രമല്ല, ഇപ്പൊ ചിക്കൻ ബിരിയാണിക്ക് മാത്രമല്ല, ഇപ്പൊ മട്ടൻ ബിരിയാണിക്കാണേലോ ഏതുതരം ബിരിയാണികൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് ഇറങ്ങാം. റൈസ് കേട്ടോ, ഞാൻ 1 കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ½ സോക്ക് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ½ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ അരിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതുപോലെ തന്നെ അരിക്ക് നല്ല നീളം, ഇതിന്റെ മാക്സിമം നീളവും അതുപോലെ തന്നെ ഇത് അരി പൊട്ടാതെയും എല്ലാം ഇരിക്കും. നമ്മൾ നല്ല സുന്ദരമായിട്ട് നല്ല മുല്ലപ്പൂ പോലത്തെ റൈസ് നമുക്ക് കിട്ടും കേട്ടോ. പൊട്ടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോറിന് ഫ്ലേവർ കൂട്ടുവാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഞാൻ 1 കിലോ അരിക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഞാൻ ടിപ്പ് പറഞ്ഞു തരുന്നു മാത്രം. നോക്കിക്കേ, പച്ചമുളക് കേട്ടോ, പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി, ഇത്ര സാധനങ്ങളാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, അത്ര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 2-3 ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് കുരുമുളക് കേട്ടോ, ഇത്ര ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് അങ്ങ് പേസ്റ്റ് ഒക്കെ അരച്ചെടുക്കാൻ പോവാണ്. ഇത് നമ്മൾ നമ്മുടെ റൈസിനകത്ത് ആഡ് ചെയ്യുന്നതാണ്, എന്ന് വെച്ചാൽ വാട്ടറിൽ ആഡ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, പേസ്റ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം ഏകദേശം തിളച്ച് വരാറാവുമ്പോഴേക്കും നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിന് വേണ്ട ഏലക്ക ചേർത്തിട്ടുണ്ട്, ഗ്രാമ്പൂ, ഇച്ചിരി കുരുമുളകിനെ അങ്ങനെ എടുത്ത് തട്ടുന്നു കണ്ടോ. കുരുമുളക് നിങ്ങൾക്ക് ഇത്രയും ചേർക്കണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. എനിക്ക് ഇച്ചിരി ഫ്ലേവർ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർക്കുന്നത്. ഇനി നമ്മുടെ കറുവാപ്പട്ട, ഇതാ ഇച്ചിരി കറുവാപ്പട്ട ചേർത്ത് കൊടുത്തു. ഇനി ഇച്ചിരി കുമിൻ സീഡ്സ് കേട്ടോ, ജീരകം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി മതിയാവും കേട്ടോ, ഫ്ലേവറിന് മാത്രം. പിന്നെ നമ്മുടെ സ്വന്തം ബേ ലീഫ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ സാധാരണ വെള്ളത്തിനുള്ള ടേസ്റ്റിലും കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണം, എന്നാലേ നമ്മുടെ ചോറ് മുഴുവൻ പിടിക്കത്തുള്ളൂ. അപ്പൊ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് കണ്ടാൽ മതി, അപ്പൊ എനിക്കറിയാം അത്ര മതിയാവുന്നു. പിന്നെ ഞാനുണ്ടല്ലോ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും ചേർത്ത് വെച്ചേക്കാണ്. ഇനി ഇതിലേക്കാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് വരാൻ പോകുന്നത്. എന്താണെന്നറിയണ്ടേ? നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കണം. അടുത്തത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലെമൺ ജ്യൂസ് കണ്ടോ. ലെമൺ, ഇത് വലിയ ലെമൺ ജ്യൂസ് ആണ്, ഞാൻ ½ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി പുളി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം ഇത് ചോറ പിടിച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ആ പുളിയും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അരച്ചു വെച്ചേക്കുന്ന സംഭവം കണ്ടോ, നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് അരച്ച സംഭവമാണ്. അതിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവനാണ് ഇതിന്റെ ടേസ്റ്റ് മുഴുവൻ ഈ ചോറിന് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, ജിഞ്ചർ ഗാർലിക്, പിന്നെ എന്നൊക്കെ ചേർക്കും നിങ്ങൾ കണ്ടല്ലോ. ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചോറിന്റെ ടേസ്റ്റ്, എന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇവൻ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, നമ്മുടെ അരി നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒന്നുകിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഗീ അല്ലെ ബട്ടർ, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാരണം അധികം ഫാറ്റ് നമ്മുടെ ശരീരത്തോട്ട് എന്തിനാ വെറുതെ അടിച്ചു കയറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് തിളച്ചോണ്ടിരിക്കുന്ന അവസ്ഥ വേണം നമ്മൾ ഓയിൽ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അരി വെന്ത് വരുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടത്തില്ല, നമുക്ക് നല്ല പൂ പോലത്തെ റൈസ് കിട്ടും. ഇനിയിപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. കണ്ടോ, ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന്
തിളക്കട്ടെ കേട്ടോ, തിളച്ചൊന്ന് വേകട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ലിഡ് വെച്ച് കൊടുത്ത് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് എയിം ഇട്ടേക്കുന്നത് എങ്ങനെയാണ് പ്രോപ്പർ റൈസ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. ബിരിയാണിക്കൊക്കെ ഉള്ള അല്ലെ ഫ്രൈഡ് റൈസിനുള്ള നല്ല റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്തായാലും ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഏത് ബിരിയാണി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ പാൻ വെച്ചേക്കുവാണ്. നമ്മുടെ ചിക്കൻ വറുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പച്ചക്കാണെങ്കിൽ ചെയ്താലും മതിയാവും. ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിക്കൻ ഞാൻ ചെറുതായിട്ട് മാറിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ മസാലയാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ ചിക്കൻ മസാലയും ഉപ്പും അതുപോലെ തന്നെ നാരങ്ങാനീര് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിനെ ഞാനൊന്ന് വറുത്തെടുക്കാൻ പോവാം. അപ്പൊ എന്തായാലും ഇവനൊന്ന് വറന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. അത് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് ആണ്. എൻ്റെ കയ്യിൽ പച്ച ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമുക്കിങ്ങനെ പൊടി വാങ്ങാൻ കിട്ടും, ഉണങ്ങിയ പൊടി കേട്ടോ. അത് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഒരു 80%, ഒരു 75-80% ഇപ്പം വെന്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത്. അപ്പം ബാക്കി ഇറച്ചിക്കകത്ത് കിടന്ന് വെന്തോളും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. കറക്റ്റ് പാകത്തിനാണോ എന്നറിയാൻ റൈസ് എടുക്കുക. അത് ഇങ്ങനെ അമക്കി എന്ന് നോക്കുമ്പോഴേക്കും ഇത് രണ്ടായിട്ട് പൊട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. പൊട്ടി എന്നിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ അമങ്ങുന്ന അവസ്ഥയാണ്. ഇതിനെ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഡ്രെയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പറ്റിച്ചെടുക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റിച്ചെടുത്ത് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ റൈസ് പറ്റിച്ചെടുത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനെപ്പോഴും ഊറ്റിയാണ് കളയുന്നത്. കാരണം അതിൻ്റെ ഉള്ള സ്റ്റാർച്ചൊക്കെ കുറച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാ കണ്ടോ, ഇത് പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിനെ ഒന്ന് ഊറ്റാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഡ്രെയിൻ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റിയ സമയത്ത് തന്നെ നമ്മുടെ ചിക്കനും ഇവിടെ വറന്നിട്ടുണ്ട് കണ്ടോ. ഞാനാണെങ്കിൽ ഈ ചിക്കനിൽ അധികം മസാലയും ചേർത്തിട്ടില്ല, പേരിനും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ഇനി നമ്മൾ സബോളയൊക്കെ ഇട്ട് വഴറ്റുമല്ലോ, ആ സമയത്താണ് നമ്മൾ പ്രോപ്പർ മസാലകൾ കൂടുതലും ചേർക്കാൻ പോകുന്നത്. ഇതെന്തായാലും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒട്ടുമുക്കാലും നമ്മുടെ ചിക്കൻ വെന്തു. ഇപ്പോഴത്തെ ചിക്കൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഇവർ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഇത്ര മാത്രം നമ്മൾ വേവിച്ചെടുക്കുന്നു. ഓൾമോസ്റ്റ് ഇത് വെന്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. വറുത്തല്ലേ ഇരിക്കുന്നത്, അവിടെ നല്ല പീസസ് ആണ്, നല്ല സുന്ദരമായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ എണ്ണയിൽ തന്നെ ഇട്ടാണ് നമ്മൾ സബോള വഴറ്റുന്നത് കണ്ടോ. ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ അപ്പോൾ ആ ചിക്കൻ്റെ ആ ഫ്ലേവറും ജ്യൂസും എല്ലാം അതിനകത്തുണ്ട്. ആ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയും ചെയ്യും. അതിൽ നമ്മുടെ സബോള ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇച്ചിരി സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ കുക്കായിട്ട് കിട്ടും. നമ്മുടെ സബോള കുറച്ച് വഴന്ന് വന്ന സമയത്തേക്ക് ഞാനതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതുണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ ദൈവം എന്തൊരു എളുപ്പമാണെന്നറിയാം. എൻ്റെ പരിപാടി ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്താണെന്നറിയാമോ, നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ സബോള മാത്രം അരിഞ്ഞാൽ പോരെ, ബാക്കി എല്ലാ കാര്യം റെഡിയല്ലേ. അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റാണ് കുക്കിംഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബോള നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട പരുവത്തിന് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വരെ മണം എത്തുന്നില്ലേ കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഇതേണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിപ്പൊടി അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ, നമ്മുടെ ഫ്രഷ് നമ്മൾ പൊടിച്ച് വെക്കുന്ന ഗരം മസാല, അതിനെയാണ് ഈ തട്ടുന്നത്. അവനെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പൊടി ആഡ് ചെയ്യണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഇത്ര മതി കേട്ടോ. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തീ താത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സാധാരണ ഈ അവസ്ഥയിൽ ഞാൻ ചേർക്കുന്നത് ഒന്നുകിൽ പ്യൂരി ടൊമാറ്റോ, അല്ലാന്നുണ്ടെങ്കിൽ 2 വലിയ 2 ടൊമാറ്റോ ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇവനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കും കേട്ടോ. ഈ സബോളയുടെയൊക്കെ കൂട്ടത്തിൽ അരപ്പിലിട്ട് നന്നായിട്ട് ചെയ്തെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ എന്താ ആഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ, ടൊമാറ്റോ കെച്ചപ്പ് അതൊരു ടേബിൾ സ്പൂൺ, ഒരു മുഴുത്ത ടേബിൾ സ്പൂണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ, സോയ സോസ്. അതും ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവാണേ കണ്ടോ. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഇപ്പം ആഡ് ചെയ്തേക്കുന്നത്.
ഈ സോയ സോസും ടൊമാറ്റോ സോസും വരുമ്പോൾ തന്നെ കറിയുടെ ടേസ്റ്റ് മാറും, വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന്. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി തന്നെയല്ല, നിങ്ങൾക്കിപ്പം ചിക്കൻ കറിയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. കണ്ടോ, ഇനിയിപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച ചിക്കനിലേക്ക് കണ്ടോ ഈ പേസ്റ്റുകൾ മുഴുവൻ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന ആ അരപ്പ് ആഡ് ചെയ്യുന്നു. കണ്ടോ, വേറൊരു പാത്രത്തിലാണ് നമ്മൾ ആക്കിയേക്കുന്നത്. എല്ലാവരും സുന്ദരമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോപ്പ് ചെയ്യുന്നതെന്നു മനസ്സിലായല്ലോ, നമ്മുടെ മിൻറ്റ് ലീഫ് അതിനെ നന്നായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ്റെ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കേർഡ്, അതൊരു 1 കപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, ഓരോരുത്തർ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ വരുമല്ലോ. നിങ്ങൾക്കത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് കുഴഞ്ഞിരിക്കണം, അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. കണ്ടോ, കുഴഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോഴേക്കും നല്ല പാകത്തിന് ഇരിക്കും. അല്ലെങ്കിൽ ഒത്തിരി വെള്ളം കൂടി പോകുന്നല്ലാവും, അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിപ്പോവും. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകം. കണ്ടോ, ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നൊരവസ്ഥ, അതങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കണ്ടോ, ഇതിനെന്നാ മണമാണ് വരുന്നതെന്നറിയാമോ? നമ്മുടെ ആ മിൻറ്റ് ലീഫും നമ്മുടെ ആ മസാല എല്ലാം കൂടെ വന്നപ്പോഴേക്ക് സൂപ്പർ മണമാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം റെഡിയായി. ഞാൻ പാത്രം എടുത്തു, നമ്മുടെ കുറച്ച് ബട്ടർ എടുത്തിട്ട് പാത്രത്തിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ആ പാത്രം മുഴുവൻ ഒന്ന് ഉരച്ച് ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഞാൻ കുറച്ച് കേട്ടോ നമ്മുടെ ചിക്കൻ ഒന്ന് താഴെ ഒന്ന് നിരത്തിയിട്ടുണ്ട്. എന്നിട്ട് റൈസ് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന പോലെ ദേ ഞാൻ കൈ കൊണ്ട് എടുത്തിട്ടത് റൈസ് എടുത്തിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ ലെയർ ഇട്ട് തട്ട് തട്ടായിട്ട് നമ്മൾ ചിക്കനും ഇതും ഇട്ടിട്ട് കൊടുക്കുന്നു. കണ്ടോ, ഒനിയൻ വറുത്തതും നമ്മുടെ മുന്തിരി വറുത്തതും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ചേർക്കുന്നു. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട്. കണ്ടല്ലോ, കാണാൻ നല്ല രസമില്ലേ? ഇപ്പം തന്നെ നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലേ? എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. എന്നാൽ ഇച്ചിരി കൂടെ ഒന്ന് നമ്മുടെ 80% നമ്മുടെ റൈസ് വെന്തിട്ടുള്ളൂ, ബാക്കി കൂടെ ഒന്ന് വേകണം. കണ്ടോ, ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ചിക്കനും റൈസും ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് റോസ് വാട്ടർ ഇടയ്ക്ക് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടർ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അധികം ഗീ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം അധികം ഫാറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി അതൊന്നും ചേർത്തില്ലെങ്കിൽ പോലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ഇവിടെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതാണ് വലിയൊരു കാര്യം. കണ്ടോ, അങ്ങനെ നമ്മൾ അവസാനത്തെ ലെയറും വെച്ച് മുഴുവൻ നമ്മൾ നല്ല സുന്ദരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, മുകളിൽ കുറച്ച് ഒന്നുകിൽ നെയ്യ് ഒഴിക്കാം, ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റോസ് വാട്ടറും ഇതിന് മുകളിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസിൻ്റെ ഇടയ്ക്കും എല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒരു 15 to 20 മിനിറ്റ്സ് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ചോറും എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. എനിക്ക് കണ്ടിട്ട് ഇപ്പോഴേ കഴിക്കാൻ തോന്നുന്നുണ്ട്. മണം എന്നാ മണം ഇത്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എന്തായാലും പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചില്ലേ? എക്സ്പെഷ്യലി നമ്മുടെ റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനത് ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞതല്ല, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ആ റൈസ് എന്ന് പറയുന്നത് സൂപ്പറാണ്, നല്ല ഫ്ലേവേർഡ് ആണ്. കുട്ടികൾക്കാണെങ്കിൽ അത്ര ഫ്രൈഡ് റൈസിനോടും ബിരിയാണിയോടും ഇഷ്ടമുള്ളവരല്ല. എന്നിരുന്നാലും അവരൊരു ശകലം ചോറ് പോലും മിച്ചം വെക്കാതെ ഇന്ന് ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കൊരു ഫംഗ്ഷനുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.